തെരഞ്ഞെടുപ്പ് മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ബി.ജെ.പിയുടെ എല്ലാ പരസ്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്ത കടുത്ത നടപടി തുടർന്ന അതേ സമയത്ത് തന്നെ 12 പേരെ നിയമിച്ചുകൊണ്ട് ബി.ജെ.പി അടുത്ത കളം നിറയ്ക്കുകയാണ്. വർഗീയ വിദ്വേഷ പരാമർശം മാത്രം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് അമിത്ഷാ കുറിച്ചുകൊടുത്ത കുറിപ്പടി സഹിതം കീറി എറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് എഴുതി നൽകിയ പരാതിയുടെ കാര്യവും കഴമ്പും അന്വേഷിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ആറാടിയ ബി.ജെ.പി പരസ്യങ്ങളെ അങ്ങനെ തന്നെ നീക്കം ചെയ്തത്. ഇവിടെയാണ് അടുത്ത ബുദ്ധി അമിത്ഷായുടെയും മോദിയെയും അടങ്ങുന്ന ബി.ജെ.പി വീണ്ടും കുറിച്ചു നൽകിയത്. അത് പക്ഷേ ബി.ജെ.പി ചെയ്ത നല്ല കാര്യങ്ങളെ ജനങ്ങളിലേക്ക് അറിയിക്കുക എന്നതാണ്. അത്രത്തോളം വിജയം കാണും എന്ന് ഈ കുറിപ്പ് തയ്യാറാക്കിയവർക്ക് പോലും അറിയില്ല എന്നത് മറ്റൊരു സത്യം. പക്ഷേ അത്തരം ഒരു പരീക്ഷണം കൂടി തൽക്കാലം കേന്ദ്ര നേതാക്കൾ നടത്തുകയാണ്. കാരണം ഇനി അതുമാത്രമേ മുൻപിലുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് 12 പേരെ ആ വഴിക്ക് ബി.ജെ.പി ഇപ്പോൾ ചുമതലയേൽപ്പിക്കുന്നത്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് കാര്യത്തിൽ ഇനി പുതിയതായി ഒന്നും ചെയ്ത് ഒരു ബലം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സമയം എപ്പോഴേ കഴിഞ്ഞു. അതിനില്ല എന്നവർക്കറിയാം. ഇനിയുള്ളത് 2025 ഫെബ്രുവരിയാണ്. രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണിത്. EDA ഇറക്കി കളിച്ചതിന്റെ ഫലമായി ഇന്ന് ഡൽഹിയിൽ ബി.ജെ.പിക്ക് ഒന്ന് പണിയെടുത്താൽ ഡൽഹി കൂടെ കൂട്ടാമെന്ന് കരുതുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നിയമിക്കൽ. എന്നാൽ മധ്യപ്രദേശിലാണ് ബി.ജെ.പി തൽക്കാലം തുടക്കം കുറിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ ബി.ജെ.പി തങ്ങളുടെ ആദ്യത്തെ വാട്സാപ്പ് പ്രമുഖനെ നിയമിച്ചിരിക്കുകയാണ്. MSc ബിരുദധാരിയായ രാംകുമാർ ചൗരസിയെ ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കാനും വാട്സാപ്പ് ഉപയോഗിക്കുന്നതിനുള്ള ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. പുതിയ മാറ്റമനുസരിച്ച് ബൂത്ത് പ്രസിഡന്റ്, മൻ കി ബാത് പ്രമുഖ്, വാട്സാപ്പ് പ്രമുഖ് എന്നിവരടക്കം 12 അംഗങ്ങളാണ് ഒരു ബൂത്ത് കമ്മിറ്റിയിൽ ഉണ്ടാവുക. ഇതിൽ 3 അംഗങ്ങൾ വനിതകളായിരിക്കും. ഇത്തരത്തിൽ 1000-ലേറെ വാട്സാപ്പ് പ്രമുഖരെയും മൻ കി ബാത് പ്രമുഖരെയും ബൂത്ത് കമ്മിറ്റിയിൽ നിയമിക്കുമെന്നാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. ബി.ജെ.പിയുടെ ബൂത്ത് കമ്മിറ്റികളുടെ ഘടനയിൽ വരുത്തിയ മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് പുതിയ വാട്സാപ്പ് പ്രമുഖ് പദവിയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ആദ്യത്തെ നിയമനമാണ് രാംകുമാർ ചൗരസിയുടേത്. വാട്സാപ്പ് വഴി ജനങ്ങളുമായി ബന്ധപ്പെടുകയും സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുകയുമാണ് വാട്സാപ്പ് പ്രമുഖിന്റെ ജോലി. സംസ്ഥാനത്തെ ഓരോ ബൂത്ത് കമ്മിറ്റികളിലും ഇത്തരം പദവികളിൽ ആളെ നിയമിക്കും. നവംബർ 20-നകം മധ്യപ്രദേശിലെ 65,015 ബൂത്തുകളെ ബന്ധപ്പെടുത്തിയുള്ള ഒരു ഡിജിറ്റൽ ശൃംഖല സ്ഥാപിക്കാനാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന സംസ്ഥാന ബൂത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ പുതിയ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. ബൂത്ത് തലത്തിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി ഡിജിറ്റലാക്കാൻ സംഘടനാ തലത്തിൽ ഒരു മൊബൈൽ ആപ്പും ബി.ജെ.പി തയ്യാറാക്കിയിട്ടുണ്ട്. ബൂത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതിനു ശേഷം അവരുടെ വിവരങ്ങൾ ഈ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇതിന് OTP വെരിഫിക്കേഷനുമുണ്ട്. തുടർന്ന് പാർട്ടിയുടെ പോർട്ടലിലും ഈ വിവരങ്ങൾ അപ്ഡേറ്റ് ആകും. സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പരമാവധി പേരിൽ എത്തിക്കാനും സാധാരണക്കാരായ ജനങ്ങളെ വാട്സാപ്പ് വഴി ബന്ധപ്പെടുത്താനുമാണ് ഈ ഉത്തരവാദിത്തം പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതായി ആദ്യ വാട്സാപ്പ് പ്രമുഖായി തിരഞ്ഞെടുക്കപ്പെട്ട രാംകുമാറിന്റെ പ്രതികരണം. സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആദ്യ പരീക്ഷണമാണിതെന്നും ഉടൻ തന്നെ രാജ്യവ്യാപകമായി ഇത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്.